നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBF-ൻ്റെ മറ്റൊരു സ്പെഷ്യൽ മീറ്റിങ്ങിലേക്ക് ഇങ്ങനെ നമുക്ക് ഒന്നിച്ചു കൂടി വരുവാനിടയായല്ലോ. വിവിധ സഭകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാരെല്ലാവരെയും സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചന നമുക്ക് പങ്കിട്ട് തരുവാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റിജോയ് ബ്രദർ ദോഹ, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. സാധാരണയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഇന്നത്തെ മീറ്റിംഗ്. വളരെ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചെങ്കിലും കണക്കൂട്ടി നോക്കിയപ്പോൾ ഇത് TBF-ൻ്റെ 100ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 99 ആഴ്ചകളിൽ ഈ ശുശ്രൂഷ ദൈവം വിജയകരമായി, അനുഗ്രഹമായി, അനേകർക്ക് ആശ്വാസപ്രദമായിട്ട് തീരുവാൻ ദൈവം സഹായിച്ചു. 100ാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഇതിനെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് ആണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ കടന്നു വന്ന എല്ലാവർക്കും മീറ്റിംഗ് കഴിഞ്ഞ് ഒരു ഭക്ഷണം, സ്നേഹവിരുന്ന് കരുതിയിട്ടുണ്ട്. അതിലും കൂടെ പങ്കെടുത്ത് എല്ലാവരും പോകാവോ. ആദ്യത്തെ കുറച്ച് സമയം അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ഗാനങ്ങൾ നമ്മൾ പാടിക്കേൾക്കും. ഏതാണ്ട് 7 പാട്ടുകൾ നമുക്ക് പാടി കേൾക്കുവാനുള്ള സാവകാശമുണ്ട്. അതിനെ തുടർന്ന് കർത്താവിൻ്റെ ദാസനിൽ നിന്നും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്കിപ്പോൾ കഴിയും. ഇപ്പോൾ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായിട്ട് പുല്ലാന്നിവിള സഭയിലെ മാത്യു അങ്കിളിനെ ക്ഷണിച്ചുള്ളൂ. സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഈ ഞായറാഴ്ച വൈകുന്നേരം കർത്താവെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചു. സ്തോത്രം. വിവിധ സഭകളിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കായിട്ടും ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ കഴിഞ്ഞ 99 ആഴ്ചകളിലും കർത്താവെ അനുഗ്രഹീതമായ നിലയിൽ ഈ ശുശ്രൂഷ നടക്കുവാനായിട്ട് കർത്താവ് അനുവദിച്ചു. നന്ദിയോടെ സ്തോത്രം. അനേക ഗാനങ്ങൾ പാടുവാൻ, ദൈവവചനത്തിൽ നിന്നുള്ളതായിരിക്കുന്ന കേൾവി കർത്താവെ അനേകർക്ക് പ്രയോജനം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ 100ാമത്തെ ആഴ്ചയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം കർത്താവ് അനുവദിച്ചു തന്നു. ഞങ്ങളുടേതായ ആരുടെയും കഴിവല്ല, ഇതിൻ്റെ സംഘാടക സമിതിയുടെ കഴിവല്ല. ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമായ കർത്താവിൻ്റെ പരിപാലനയും കർത്താവ് ആണ് നിയന്ത്രിക്കുന്നത്, നടത്തുന്നത്. അനുഗ്രഹീതമായ ആത്മീയ ശുശ്രൂഷ ഇന്നും നടത്തുവാനായിട്ട് കർത്താവ് അനുവദിച്ചു. സ്തോത്രം. അതെ, ഇന്ന് ആത്മീയ ഗീതങ്ങൾ പാടുന്ന പ്രിയ സഹോദരന്മാർക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ സന്തോഷ സഹോദരനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാമനച്ചാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണം. കടന്നു വന്നിട്ടുള്ള, പാടാനായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. ജോൺ ശ്രീദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നവീനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സഹോദരിമാർക്കായിട്ട് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഹനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അക്സ ടി സന്തോഷിനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ഇവളെയും സഹായിക്കണം, ദൈവകൃപ നൽകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ദൈവവചനം ശുശ്രൂഷിക്കേണ്ട പ്രിയ റിജോയ് ജോൺ സഹോദരനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവവചനത്തിൽ നിന്ന് ഈ സന്ധ്യയിൽ ഹൃദയസ്പർശിയായ ആലോചന ഞങ്ങൾക്ക് കേട്ട് അനുഗ്രഹം പ്രാപിച്ച് കർത്താവെ ഞങ്ങൾക്ക് മടങ്ങിപ്പോകുവാൻ ധാരാളമായ കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ എന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ശബ്ദത്തെയും വെളിച്ചത്തെയും എല്ലാം കർത്താവ് നിയന്ത്രിക്കണം. ആദ്യോടന്തമോടുന്ന് കൂടെ ഇന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, ഇത് ഈ യോഗം നിയന്ത്രിക്കുന്ന പ്രിയ ഷിജി സഹോദരൻ വേണ്ട എല്ലാ ദൈവകൃപയും നൽകി സഹായിക്കണം എന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സർവ്വസ്തുതിയും സ്തോത്രവും രക്ഷിതാവും കർത്താവുമായ അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവേ, സ്വീകരിക്കുമാറാകണമേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ ഒരു ഗാനം പോലും രചിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നില്ല എന്ന് വരികിലും 2000-ലധികം വർഷമായി ലക്ഷോപലക്ഷം ഗാനങ്ങൾ ഈ കർത്താവിനെ കുറിച്ച് പാടുവാനും രചിക്കുവാനും അനേക ഭക്തന്മാരെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇന്നിങ്ങനെ ഒന്നിച്ചുകൂടിയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ അനവധിയായ ഗുണവിശേഷങ്ങൾ നമുക്ക് ഓർക്കാനും വർണ്ണിക്കാനും അത് പാട്ടിലൂടെ ഓർത്ത് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീരുമല്ലോ. നമ്മുടെ കർത്താവിനെ മറ്റെല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാക്കി തീർക്കുന്നത് അവന് ആദ്യമില്ല അവസാനവുമില്ലാത്ത അനന്യനായ നിത്യനായ ദൈവമാണ്. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ ഈ നിത്യനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്,
നമ്മളെ കരുതുന്നവനാണ്. അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് നമ്മെ നടത്തുന്നവനാണ്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയാലും അത് മധുരമാക്കി തീർക്കുവാൻ മതിയായവനാണ് ഈ കർത്താവ്. ഈ ആശയം വരുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. ഈ ഗാനം രചിക്കുവാൻ കർത്താവ് ഉപയോഗിച്ചത് പ്രിയ മാമൻ കുര്യൻ അങ്കിളിനെയാണ്. പ്രിയ ജോൺസി സഹോദരൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് ആ പാട്ട് പാടിക്കേൾക്കാം. ആൽഫയും ഒമേഗയും ആയവൻ നമ്മെ കാത്തിടും നിത്യവും സ്നേഹം. ആൽഫയും ഒമേഗയും നായവൻ നമ്മെ കാത്തിടും നിത്യവും സ്നേഹമാ. ആൽഫയും ഒമേഗയും നായവൻ നമ്മെ കാത്തിടും നിത്യവും സ്നേഹമാ. ആകാശപ്പറവകളെ നോക്കുവിൻ, അവയെല്ലാം നടത്തുന്നു കൂടെയുണ്ട്. ആൽഫയും ഒമേഗയും നായവൻ നമ്മെ കാത്തിടും നിത്യവും സ്നേഹമാ. വെള്ളം വീഞ്ഞാക്കിയോ കൂടെയുണ്ട്, അത്ഭുതമായി നമ്മെ നടത്തുവാൻ. വെള്ളം വീഞ്ഞാക്കിയോ കൂടെയുണ്ട്, അത്ഭുതമായി നമ്മെ നടത്തുവാൻ. മാറയെ മധുരമായി തീർത്തവൻ, മാറാതെയെന്നും കൂടെയുണ്ട്. മാറയെ മധുരമായി തീർത്തവൻ, മാറാതെയെന്നും കൂടെയുണ്ട്. ആൽഫയും ഒമേഗയും നായവൻ നമ്മെ കാത്തിടും നിത്യവും സ്നേഹമാ. യാക്കോബിൻ ദൈവം കൂടെയുണ്ട്, മരുഭൂമിൽ നമ്മെ നടത്തുവാൻ. യാക്കോബിൻ ദൈവം കൂടെയുണ്ട്, മരുഭൂമിൽ നമ്മെ നടത്തുവാൻ. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്, വാക്ക് മാറാതെന്നും നടത്തിടുവാൻ. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ട്, വാക്ക് മാറാതെന്നും നടത്തിടുവാൻ. ആൽഫയും ഒമേഗയും നായവൻ നമ്മെ കാത്തിടും
നിത്യവും സ്നേഹമായി. ആൽഫയും ഒമേഗയും നായവൻ നമ്മെ കാത്തിടും നിത്യവും സ്നേഹമായി. ആകാശപ്പറവകളെ നോക്കുവിൻ, അവയെല്ലാം നടത്തുന്നു കൂടെയുണ്ട്. എല്ലാ നാളും നമ്മോട് കൂടെയുള്ള ഒരു കർത്താവിനെയാണല്ലോ നാം പാടി പുകഴ്ത്തിയത്. തുടർന്നും ദൈവത്തിൻ്റെ കരുതലിനെ വർണ്ണിക്കുന്ന മറ്റൊരു മനോഹര ഗാനം നമുക്കിവിടെ പാടിക്കേൾക്കാം. ഇന്ന് പാടുന്ന എല്ലാ ഗാനങ്ങളും ദൈവകൃപയാൽ രചിച്ചത് പ്രിയ മാമൻ കുര്യനങ്കളാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കർത്താവിൻ്റെ കരുതലിനെ വളരെ വിശേഷമായിട്ട് വർണ്ണിക്കുന്ന മറ്റൊരു ഗാനമാണ് കണ്ണിൻ കൃഷ്ണമണി പോലെ നമ്മെ കാത്തിടുന്ന ദൈവം. നമുക്കറിയാം, ദൈവം നമ്മളെ അത്ഭുതകരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ കൃഷ്ണമണിക്ക് ഹാനി വരുന്ന എന്തെങ്കിലും ഒരു പൊടി പതലം അതിലേക്ക് വന്നാൽ ആരുടെയും സഹായമില്ലാതെ കൺപോളകൾ താനെ അടഞ്ഞ് ആ കൃഷ്ണമണിയെ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെയാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ കരുതുന്നത്. നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന, നമ്മുടെ ജീവന് ഹാനികരമായിട്ട് വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള എല്ലാവിധ വിപത്തിൽ നിന്നും കർത്താവ് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ കൂരിരുൾ താഴ്വരയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോയെന്ന് വന്നേക്കാം. പക്ഷേ ഭയപ്പെടേണ്ട, കാരണം അവൻ കൂടെയുണ്ട്. വാർദ്ധക്യം നമ്മെ ബാധിച്ച് നിരാശ ഒരു പക്ഷേ നമ്മെ മൂടിയെന്ന് വന്നേക്കാം. എങ്കിലും ഭയപ്പെടേണ്ട, കാരണം നരയ്ക്കുവോളം ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമ്മുടെ അരികിലുണ്ട്. അലറുന്ന സിംഹം പോലെ സാത്താൻ നമ്മളെ വേട്ടയാടിയെന്ന് വരാം. പക്ഷേ ഭയപ്പെടേണ്ട, അവൻ അരികിലുണ്ട്. ഈ ആശയം വരുന്ന മനോഹരമായ മറ്റൊരു ഗാനം നമുക്ക് പാടിക്കേൾക്കാം. പുല്ലാന്തുള്ള സഭയിൽ നിന്ന് കടന്നു വന്ന പ്രിയ സോന പി സുരേഷ് നമുക്ക് വേണ്ടി ഇപ്പോൾ ഈ ഗാനം ആലപിക്കുന്നു. കാത്തിടുന്ന എൻ്റെ യേശുനാഥ, ഞാൻ
നമ്മുടെ കർത്താവിൻ്റെ സർവ്വഗുണവിശേഷങ്ങളും അതുല്യമാണ്, അതിശ്രേഷ്ഠമാണ്. എന്നാൽ അതിലൊക്കെ വച്ച് ജനകോടികളെ ആകർഷിച്ചിരിക്കുന്ന കർത്താവിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സവിശേഷതയാണ് അവൻ്റെ സ്നേഹം. ദൈവസ്നേഹം പോലെ നിസ്സീമമായ നിസ്തുല്യമായ സ്നേഹം ഈ പ്രപഞ്ചത്തിൽ മറ്റാരിലും നമുക്ക് കാണാൻ കഴിയുകയില്ല. ആ സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും എത്ര പാടിയാലും അതൊരിക്കലും അധികമാകുകയില്ല. മനുഷ്യൻ്റെ വാക്കുകൊണ്ടോ തൂലിക കൊണ്ടോ എഴുതി തീർക്കുവാൻ കഴിയാത്ത വണ്ണമാണ് ദൈവത്തിൻ്റെ സ്നേഹം നിലനിൽക്കുന്നത്. കാരണം ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ നിസ്തുല്യമായ സ്നേഹം, കുപ്പയിൽ നിന്നും മനുഷ്യവർഗത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് ഉയർത്തിയ ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹം, നാശത്തിൻ്റെതായ അവസ്ഥയിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ ഉലകത്തിൽ ആർക്കും സാധിക്കാതെ പോയപ്പോൾ നമ്മെ തേടിയെത്തിയത് ആ ദൈവസ്നേഹമാണ്. ഈ നിലയിൽ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന മറ്റൊരു മനോഹരമായ ഗാനം പ്രിയ അക്സ സന്തോഷ് നമുക്ക് വേണ്ടി ഇപ്പോഴും ആലപിക്കുന്നു. സ്തുതിച്ചിടും
സ്തുതിച്ചിടും ഞാൻ. എന്തൊരത്ഭുതം ദൈവത്തിൻ സ്നേഹം, വർണ്ണിപ്പാൻ നാവു പോരായേ. അത്യുന്നതനാം എൻ ദൈവമേ, നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. എന്നെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. അത്യുന്നതനാം എൻ ദൈവമേ, നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. എന്നെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. ലോകമെമ്പാടുമുള്ള രക്ഷിതഗണം കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സുദിനമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രണ്ടാം വരവെന്നുള്ളത്. ഈ ലോകത്തിലെ എത്ര വൈഷമ്യമേറിയ ജീവിത സാഹചര്യത്തിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും തളർന്നു പോകാതെ നമ്മെ മുമ്പോട്ട് നയിക്കുന്ന ഘടകം എന്നുള്ളത് നമ്മുടെ പ്രാണപ്രിയൻ്റെ മടങ്ങിവരവാണല്ലോ. ആ പ്രതീക്ഷയും ആ പ്രത്യാശയും നമുക്ക് ഓരോ ദിവസവും ഊർജം തരുന്നതാണ്. ആ കാഹളനാദത്തിനു വേണ്ടി നാം കാതോർത്തിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽക്കുന്ന കൂട്ടത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നെങ്കിൽ നാമും രൂപാന്തരം പ്രാപിച്ച് അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രതീക്ഷയാണല്ലോ. ഈ പ്രത്യാശയെ വർണ്ണിക്കുന്ന മറ്റൊരു ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. പ്രിയ മകൾ ജാനിസ് റിജോയ് നമുക്ക് വേണ്ടി ഇപ്പോൾ ഈ ഗാനം ആലപിക്കുന്നു.
യേശു എനിക്കായി ഒരുക്കുന്ന വീട്ടിൽ പോയി ഞാൻ ചേർന്നിടുമേ. കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല ആ മനോഹര ദേശത്ത് ഞാൻ പോകും, ആ മനോഹര ദേശത്ത്. രാജാതിരാജനാം യേശുവിൻ പൊന്മുഖം കണ്ടിടും നേരമത് പൊൻവീണ കമ്പികൾ മീട്ടി ഞാൻ പാടിടും, വീണ്ടെടുപ്പിൻ ഗീതങ്ങൾ മാധുര വീണ്ടെടുപ്പിൻ ഗീതങ്ങൾ. രാജാതിരാജനാം യേശുവിൻ പൊന്മുഖം കണ്ടിടും നേരമത് പൊൻവീണ കമ്പികൾ മീട്ടി ഞാൻ പാടിടും, വീണ്ടെടുപ്പിൻ ഗീതങ്ങൾ മാധുര വീണ്ടെടുപ്പിൻ ഗീതങ്ങൾ. ആകാശമേഘത്തേരിൽ എന്നെ ചേർത്തിടുവാൻ വേഗം വരുന്നവനേ, കാന്താവിൻ പൊന്മുഖം കാണുവാൻ കൊതിക്കുന്നു, വേഗം നീ വന്നിടണേ എൻ യേശുവേ, വേഗം നീ വന്നിടണേ. നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന മറ്റൊരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. നമ്മുടെ കർത്താവ് വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നാം എല്ലാം അത് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുമ്പോൾ തന്നെ ക്രിസ്തീയമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നാം ഉണരേണ്ടത് ആവശ്യമാണ്. ലോകത്തിലെ സംഭവബഹുലമായ കാര്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കൊട്ടിഘോഷിക്കുമ്പോൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ വിശുദ്ധിയെ തികയ്ക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വൻ തിരമാലകൾ ഉയർന്നിടുമ്പോൾ, പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ പകർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഇവിടെയായിട്ട് നാം കേൾക്കുമ്പോൾ, ലോക മനുഷ്യരത് കേട്ട് ഭയന്ന് വിറച്ചിടുമ്പോൾ, കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുവാനും വിശുദ്ധ ജീവിതത്തെ തികയ്ക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഈ ആശയം വരുന്ന മറ്റൊരു ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. ഈ ഗാനം നമുക്ക് വേണ്ടി പാടിക്കേൾപ്പിക്കുന്നത് പ്രിയ സഹോദരൻ നവീൻ സഹോദരനാണ്. വൃക്ഷം തളർത്തല്ലോ, കാഹളത്തിൻ നാദം കേൾക്കാറായി, വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം യേശുരാജനെ എതിരേൽപ്പാൻ. അതിവൃക്ഷം തളർത്തല്ലോ, കാഹളത്തിൻ നാദം കേൾക്കാറായി, വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം യേശുരാജനെ എതിരേൽപ്പാൻ. വൻതിരമാലകൾ ഉയർന്നിടുമ്പോൾ, തീരാവ്യാധികൾ പകർന്നിടുമ്പോൾ, യേശുവിൻ വരവടുത്തുവെന്നറിഞ്ഞ് വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം. വൻതിരമാലകൾ ഉയർന്നിടുമ്പോൾ, തീരാവ്യാധികൾ പകർന്നിടുമ്പോൾ, യേശുവിൻ വരവടുത്തുവെന്നറിഞ്ഞ് വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം.
അത്തിവൃക്ഷം തളിർത്തല്ലോ, കാഹളത്തിൻ നാദം കേൾക്കാറായി. വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം, യേശുരാജനെ എതിരേൽപ്പാൻ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ പാരിൽ ദിനം തോറും കേട്ടിടുമ്പോൾ യേശുവിൻ വരവടുത്തുവെന്നറിഞ്ഞ് വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ പാരിൽ ദിനവും കേൾക്കുമ്പോൾ യേശുവിൻ വരവടുത്തുവെന്നറിഞ്ഞ് വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം. അത്തിവൃക്ഷം തളിർത്തല്ലോ, കാഹളത്തിൻ നാദം കേൾക്കാറായി. വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം, യേശുരാജനെ എതിരേൽപ്പാൻ. ലോകമാകെ ഇളകിടുമ്പോൾ, രോഗരെല്ലാം കലങ്ങിടുമ്പോൾ യേശുവിൻ വരവടുത്തുവെന്നറിഞ്ഞ് വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം. ലോകമാകെ ഇളകിടുമ്പോൾ, ലോകരെല്ലാം കലങ്ങിടുമ്പോൾ യേശുവിൻ വരവടുത്തുവെന്നറിഞ്ഞ് വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം. അത്തിവൃക്ഷം തളിർത്തല്ലോ, കാഹളത്തിൻ നാദം കേൾക്കാറായി. വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം, യേശുരാജനെ എതിരേൽപ്പാൻ. അന്ത്യകാഹളം മുഴങ്ങിടുമ്പോൾ, മരിച്ച വിശുദ്ധന്മാരുയർത്തിടുമ്പോൾ അവരോടൊന്നിച്ചു യേശുവെ എതിരേൽപ്പാൻ വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം. അന്ത്യകാഹളം മുഴങ്ങിടുമ്പോൾ, മരിച്ച വിശുദ്ധന്മാരുയർത്തിടുമ്പോൾ അവരോടൊന്നിച്ചു യേശുവെ എതിരേൽപ്പാൻ വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം. അത്തിവൃക്ഷം തളിർത്തല്ലോ, കാഹളത്തിൻ നാദം കേൾക്കാറായി. വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം, യേശുരാജനെ എതിരേൽപ്പാൻ. അത്തിവൃക്ഷം തളിർത്തല്ലോ, കാഹളത്തിൻ നാദം കേൾക്കാറായി. വിശുദ്ധിയോടെ നാം ഒരുങ്ങിടാം, യേശുരാജനെ എതിരേൽപ്പാൻ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം പാടിക്കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ കരുതലിനെയും കർത്താവിൻ്റെ സ്നേഹത്തെയും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായിരിക്കുന്ന അവൻ്റെ മടങ്ങി വരവിനെ എല്ലാം വർണ്ണിക്കുന്ന അതിമനോഹരമായ പാട്ടുകൾ നാം പാടിക്കേൾക്കുകയായിരുന്നു. ഒരു ഗാനം കൂടെ നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന, നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വർണ്ണിക്കുന്ന ഒരു പ്രത്യാശ ഗാനം കൂടെ നാം പാടിക്കേട്ട് പാട്ടിൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രിയ അക്സ സന്തോഷ് നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. എന്നേശ്വരാജൻ വന്നിടും വേഗം, കോടാകോടി ദൂത സൈന്യവുമായി.
വിശുദ്ധിയോടൊരുങ്ങിടാം. ഒരുങ്ങിടാം, ഒരുങ്ങിടാം, നാം വിശുദ്ധിയോടൊരുങ്ങിടാം. കൂട്ടം തികച്ചു നമുക്കരെ നാട്ടിൽ, കണ്ണീരില്ലാത്ത സ്വർഗീയ വീട്ടിൽ. കൂട്ടം തികച്ചു നമുക്കരെ നാട്ടിൽ, കണ്ണീരില്ലാത്ത സ്വർഗീയ വീട്ടിൽ. വീണ്ടെടുപ്പിൻ ഗാനം പാടി സ്തുതിച്ചിടും നാം കർത്താവിൻ പൊന്മുഖം കണ്ടുകൊണ്ട്. വീണ്ടെടുപ്പിൻ ഗാനം പാടി സ്തുതിച്ചിടും നാം കർത്താവിൻ പൊന്മുഖം കണ്ടുകൊണ്ട്. യേശുരാജൻ വന്നിടും വേഗം, കോടാകോടി ദൂതർ സൈന്യവുമായി. യേശുരാജൻ വന്നിടും വേഗം, കോടാകോടി ദൂതർ സൈന്യവുമായി. പ്രാണപ്രിയനെ എതിരേൽപ്പാൻ നാം വിശുദ്ധിയോടൊരുങ്ങിടാം. പ്രാണപ്രിയനെ എതിരേൽപ്പാൻ നാം വിശുദ്ധിയോടൊരുങ്ങിടാം. ഒരുങ്ങിടാം, ഒരുങ്ങിടാം, നാം വിശുദ്ധിയോടൊരുങ്ങിടാം. ഒരുങ്ങിടാം, ഒരുങ്ങിടാം, നാം വിശുദ്ധിയോടൊരുങ്ങിടാം. ഒരുങ്ങിടാം, ഒരുങ്ങിടാം, നാം വിശുദ്ധിയോടൊരുങ്ങിടാം. ഇതുവരെയും നാം അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിക്കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നല്ലോ. തുടർന്നുള്ള സമയം മാറ്റമില്ലാത്ത ദൈവവചനത്തിൻ്റെ ആലോചനകൾ കേൾക്കാനുള്ള സമയമാണ്. പ്രാരംഭത്തിൽ അർപ്പിച്ചതുപോലെ പ്രിയ സഹോദരൻ റിജോയ് ജോൺ ദോഹ നമുക്ക് വേണ്ടി ദൈവവചനം പങ്കിട്ട് തരുന്നതായിരിക്കും. താൻ ഇംഗ്ലീഷിലാണ് ആ സന്ദേശം നൽകുന്നത്. എന്നാൽ ആ സന്ദേശം മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ സന്തോഷ് മാത്യു അവറുകളാണ്. ഇരുവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. It was indeed a wonderful time we were having for the last 1 hour. കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് വളരെ അനുഗ്രഹീതമായ ദിശകരമായ ഒരു സമയം ദൈവം നമുക്ക് തന്നു. Few days ago I was in Thailand, ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തായ്ലൻഡിലായിരുന്നു. and as a family we had the privilege of going and visiting a show. അവിടെ ഒരു കടൽ തീരം പോയി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ലഭിച്ചു. It was an animal show and we were all getting ready to see what the animals can do. മൃഗങ്ങളുടെ ഒരു ഷോ ആയിരുന്നു അത്. മൃഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഇത്യാദി കാര്യങ്ങൾ ഞങ്ങളവിടെ കാണുവാനിടയായി. So we went early, we found the best seat and we as a family were sitting together ready with our cameras. ഞങ്ങൾ നേരത്തെ തന്നെ ചെന്ന് സീറ്റൊക്കെ കരസ്ഥമാക്കിയിരുന്ന് ക്യാമറയൊക്കെ റെഡിയാക്കി ആ ഷോ കാണാനായിട്ട് ഒരുങ്ങി. And then as we were looking around, we were seeing people also going around finding the best place, and we saw them doing many activities as they were getting ready for the show. ഞങ്ങൾക്ക് ചുറ്റും ആളുകൾ കടന്നു വന്ന് നല്ല നല്ല സീറ്റുകൾ പിടിക്കുന്നു, പലവിധമായ കാര്യങ്ങൾ അവർ ചെയ്യാൻ തിടുക്കം കാണിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. And also during that time there were few school students also who were joining a big groups. At least 2 or 3 schools uniforms we could find. They were all coming and the teachers were making them sit. അതിനോട് ചേർന്ന് തന്നെ ചില സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ യൂണിഫോം ധരിച്ച ചില കുട്ടികൾ ടീച്ചേഴ്സ് കൊണ്ടുവരികയും അതാത് സ്ഥലങ്ങളിൽ അവരെ ഇരുത്തുകയും അത് അവരുടെ കമാൻഡ് കൊടുക്കുകയും ചെയ്യുന്നു. Some people were buying snacks so they can eat as they enjoy the show. ചില കുട്ടികൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് അത് കഴിച്ച് അവർ എൻജോയ് ചെയ്യുകയായിരുന്നു. Each of us were doing different thing, and we were all of us, if you see each and every family, each and every student, each and every person there had different motives in their mind. ഞങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തരും അവിടെ ഇരിക്കുന്ന എല്ലാവരും വ്യത്യസ്തങ്ങളായ മനോഭാവങ്ങളോടുകൂടെ ആ ഷോയുടെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. All of a sudden the program conductor started to play a song.
പെട്ടെന്ന് തന്നെ ആ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ആളുകൾ ഒരു പാട്ട് അവിടെ ഇടുകയുണ്ടായി. All those who were doing many things started with joy. They saw with joy, were excited to hear that familiar song. It is a Thai song, and we're all familiar to hear that song, and they were all filled with joy. പെട്ടെന്ന് തന്നെ പലവിധമായ കാര്യങ്ങളിൽ മുഴുകിയിരുന്ന ആളുകൾ അത് സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു തായ് ഗാനമായിരുന്നു അത് കേൾക്കാനായിട്ട് തിടുക്കം കാട്ടി അതിനായിട്ട് ഒരുങ്ങി. I'm not sure of the amount of the crowd. Maybe around 1,000 people would have been there ready to see the show. ഏതാണ്ട് 1000-ഓളം ആളുകൾ ആ ഷോ കാണാനായിട്ട് അപ്പോൾ റെഡി ആയിട്ട് ഇവിടെ And ഉണ്ടായിരുന്നു. almost everyone was so enthusiastic, so happy and joyful to hear that song, and they all joined singing with one accord. എല്ലാവരും വളരെ സന്തോഷത്തോടെ വളരെ ആശ്വാസത്തോടെ പ്രതീക്ഷയോടെ ആ പാട്ട് കേട്ട് അതുമായിട്ട് എൻജോയ് ചെയ്യാൻ As ഒരുങ്ങി. the chorus was coming, the sound of which came from that place was deafening, and all of them with one accord, with one mind, with one happiness and joy, all of them were singing together, and we as Indians were also enjoying the Thai song along with them. ആ പാട്ട് പാടി കേട്ടപ്പോൾ എല്ലാ ആളുകളും അതിനോട് ചേർന്ന് എൻജോയ് ചെയ്യുകയും കഴിയുന്നിടത്തോളം കൂടെ പാടുകയും ഞങ്ങൾ ഇന്ത്യക്കാർ പോലും അതിനോട് ചേർന്ന് എൻജോയ് ചെയ്യുകയും ചെയ്തു. What can we understand in that? നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? Song can bring unity. ഒരു ഗാനത്തിന് ഒരു ഐക്യത ഉണ്ടാക്കാനായിട്ട് കഴിയും. As we read in Psalm 133 verse 1, it says how good and pleasant it is for God's people to live together in unity. 133:1 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് നാം എല്ലാം ദൈവത്തിന്റെ മക്കൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് അത് എത്ര സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് നാം വായിക്കും. Song is a thing which can make that unity to grow more in God's people. ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് ഒരു ഗാനം എന്ന് പറയുന്നത് ഒരുമിച്ചിരിക്കുവാനും കൂടുതലായി വളരുവാനും മുഖാന്തരമായ ഒരു ഘടകമാണ്. Singing is part of God's design as He created human beings. പാട്ട് പാടുക അല്ലെങ്കിൽ പാടുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകുന്ന ഘടകം. Yes, it is a talent, it is an art, but more than that, in a spiritual sense, we see that singing touches the heart of the believers. അതൊരു പ്രത്യേക കഴിവാണ്, ദൈവത്തിന്റെ കൃപാവരമാണ്. എങ്കിൽ പോലും അതിലുപരി അനേക ഹൃദയങ്ങളെ തൊടുന്ന ഒരു വലിയ ദൈവകൃപയാണ്. In that Thai crowd, from the youngest to the oldest, we're all singing together. There is no age bar as we start singing. ആ തായ് ആളുകളെ സംബന്ധിച്ച് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ആ പാട്ടിനോട് ഇഴുകിച്ചേർന്ന് അവർ എൻജോയ് ചെയ്യുകയായിരുന്നു. Though it be Indians, though it be Thailand people, there is no culture bar as we start singing. അവിടെ തായ് ആളുകളെന്നോ ഇന്ത്യ ആളുകളെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ആ പാട്ടിനോട് അവർ ഇഴുകിച്ചേർന്നു. There is no culture difference in that. അവരുടേതായ രീതികളോ അവരുടേതായ കൾച്ചറൊന്നും അവിടെ വ്യത്യാസമുണ്ടായിരുന്നില്ല. Singing has the power to communicate joy, happiness, gladness amongst ourselves. ഗാനം എന്ന് പറയുന്നത് സന്തോഷവും ഒരുമയും യൂണിറ്റിയും മനസ്സമാധാനവും ഒക്കെ ഷെയർ ചെയ്യുന്ന പങ്കുവെക്കുന്ന ഒരു ഘടകം തന്നെയാണ്. Once there was the scientist who wanted to find the power of singing. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ പാട്ടിന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു. So he brought in a choir and he tried to find the heartbeat of every singer as they sang. ഒരു കൊയറിൽ അദ്ദേഹം ചെന്ന് പാടുന്ന ഓരോരുത്തരുടെയും ഹാർട്ടിന്റെ ബീറ്റ് പരിശോധിക്കാനായിട്ട് ശ്രമിച്ചു. Nowadays we have smart watches which finds out the heartbeat. So just imagine each maybe a group of 50 people were wearing the smart watches and they started to sing. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ സ്മാർട്ട് വാച്ച് ഉണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്ന ഒരു 50 പേര് കൂടിയിരിക്കുമ്പോൾ അവർക്ക് ആ നിലയിൽ അതിലൂടെ അവരുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാനായിട്ട് കഴിയും. There was a person who was a heart patient. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ഹാർട്ട് പേഷ്യന്റ് ആയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. Another person who was very shy and very fearful. മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു നാണക്കാരനായിരുന്നു, ഒരു ഭയമുള്ളവനായിരുന്നു. There's another person who's brave and confident and courageous. മറ്റൊരാൾ വലിയ ധൈര്യവും വളരെ ധൈര്യവും എല്ലാം ഉന്മേഷമുള്ള ഒരാളായിരുന്നു. There's another person who was worrying about his future. മറ്റൊരാൾ അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വളരെ ദുഃഖിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. Okay, and during as they were measuring their heartbeats, all their heartbeats were all different levels. ആ ഹൃദയമിടിപ്പ് പരിശോധിച്ചപ്പോൾ എല്ലാവരുടെയും ഹൃദയമിടിപ്പ് വ്യത്യസ്തങ്ങളായ രീതിയിൽ കണ്ടു. The scientist asked them to all sing a song together. ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരു പാട്ട് പാടാനായിട്ട് പറഞ്ഞു. And this is a true fact that the scientist found out that each and everyone's heartbeat became into the same level. എന്നാൽ ആ ശാസ്ത്രജ്ഞൻ കണ്ടത് ആ പാട്ട് പാടി മുമ്പോട്ട് പോയപ്പോൾ എല്ലാവരുടെയും ഹൃദയമിടിപ്പ് ഏതാണ്ട് ഒരേ ലെവലിൽ വന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു. As we have the ministries in our church, we have preaching where one person does the preaching. നമ്മുടെ സഭകളിൽ ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരാളാണ് ആ ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നത്. Okay, there is one person who is leading the prayer.
ഒരാളാണ് ആ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. When it comes to singing, we as a church do it together, and that synchronizes the heartbeat of the church. എന്നാൽ ഒരു പാട്ട് പാടുമ്പോൾ ഒരാളല്ല, സഭ മുഴുവനായിട്ട് പാടി അതിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. All these are facts of the world, but the same facts of the world, as we have this physical body, we can use these facts of the world to be in the heartbeat of heaven or be in the heartbeat of God. ഇതൊക്കെ ലൗകികമായ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയമിടിപ്പുകൾ അത് ദൈവീകമായി തീരുവാൻ ഗാനത്തിലൂടെ ഇടയാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ Singing കാര്യമാണ്. plays an important part in a believer's or Christian's life. ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പാട്ട് പാടുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. It is not an invention of man. No, it began before the foundation of the earth. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേക കണ്ടുപിടുത്തമല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ ആ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒന്ന് How തന്നെയാണ്. can I prove that? നമുക്കതെങ്ങനെ സ്ഥാപിക്കാനായിട്ട് കഴിയും? We can see in the word of God in Job, as God speaks to Job, he talks about singing. നമുക്കറിയാം, യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ദൈവം ഈ വിഷയം യോബുമായിട്ട് സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. We'll read Job 38 and verse 7. യോബിന്റെ പുസ്തകം 38 അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു, അല്ല അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ. 6-ാം വാക്യം: പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ. The morning stars sang together. പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ച് പാടി. Okay, the other word or other translation or other meaning of morning stars can be interpreted to as angels. ഈ പ്രഭാത നക്ഷത്രങ്ങൾ എന്നുള്ളതിന് മറ്റൊരു ഭാഷാന്തരത്തിൽ അത് ദൂതന്മാരെ തന്നെയാണ് പറയുന്നത്. When did singing start? It started even before man was born. മനുഷ്യൻ ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഗാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. Okay, we see this, the angels are not singing today, but if you see verse 4, verse 5, he talks about the foundation, what happened before man. അവിടെ ഗാനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് 4-5 വാക്യങ്ങളിൽ അടിസ്ഥാനത്തെക്കുറിച്ച്, ഭൂമിയുടെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. So this singing of the angels, we see that it has happened before man, before the foundation of the earth. It is something which was invented by God. ഈ ദൂതന്മാർ ഇവിടെ ഗാനം ആലപിക്കുന്നതിനെ കുറിച്ച് നാം കണ്ടപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടതിന് മുമ്പേ അവര് പാടി ദൈവത്തെ Let സ്തുതിക്കുകയാണ്. me show you an example of the Old Testament from the book of Ezra. എസ്രയുടെ പുസ്തകത്തിൽ ഞാൻ ഒരു ഉദാഹരണം അതിനോട് ചേർന്ന് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. Ezra chapter 2, we can see a few things over there. എസ്രയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങളെ നമുക്ക് കാണാം. We can see that the people of the Israelites were going from Babylon back to their place, to Israel. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് ബാബിലോണിലേക്ക് അവർ മടങ്ങിപ്പോയ കഥ നമുക്കറിയാം. Okay, and as they were going towards there, we see that they are taking a census, or they were mentioning few people's names. അവർ കടന്നു പോയപ്പോൾ അവരുടെ സെൻസസ്, അവർ ചില ആളുകളുടെ പേരുകൾ എടുത്ത് ഇവിടെ കാണുവാനായിട്ട് കഴിയും. Verse 21, we see the men of Bethlehem. 21-ാം വാക്യത്തിൽ ബേത്ലഹേമിനായ ആളുകളുടെ പേരുണ്ട്. 36, we see the priests. 36-ാം വാക്യത്തിൽ പുരോഹിതന്മാരുടെ പേരുകൾ വായിക്കുന്നു. Verse 40, we see the Levites. 40-ാം വാക്യത്തിൽ ലേവ്യരുടെ പേരുകൾ വായിക്കുന്നു. All these are important people. All these are important groups. ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ള ആളുകളാണ്, പ്രാധാന്യമുള്ള ഗ്രൂപ്പാണ്. Groups which have to be taken care as they have been deported from Babylon to Israel. ബാബിലോണിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന ആളുകളിൽ പ്രാധാന്യമുള്ള ഗ്രൂപ്പുകളായിട്ട് അവരെ എടുത്തിരിക്കുകയാണ്. Along with this very prestigious group, verse 41. 41-ാം വാക്യത്തിൽ അവരിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. Along with all the Levites priests, we see in 41 it says the musicians, the descendants of Asaph. എല്ലാ ലേവ്യരെ മറ്റുള്ളവരെക്കാൾ കൂടെ പറഞ്ഞു വരുമ്പോൾ ഒരു പ്രാധാന്യമുള്ളവരായി സംഗീതക്കാർ എന്നൊരു ഗ്രൂപ്പ് നമ്മൾ വായിക്കുന്നു. Verse 65, again the counting continues. 65-ാം വാക്യം മുതൽ വീണ്ടും അത് ആരംഭിക്കുകയാണ്. We see the male and the female slaves, and the second half it talks about 200 male and female singers. അവിടെ ആണുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 200 ഗായകരെ കുറിച്ച് അവിടെ വായിക്കുന്നു. Verse 70 again we see the priests, the Levites, and God wants to keep a special place. He says the musicians, the gatekeepers. 70-ാമത്തെ വാക്യത്തിൽ പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ കർത്താവ് പ്രാധാന്യം കൊടുത്ത് പറയാണ് സംഗീതക്കാരും അതിൽ ഉൾപ്പെട്ടിരുന്നു. The same singing which was important in the foundation of the earth is also important during the time of Israel. ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രാധാന്യമുള്ള ആ സംഗീതം ഇസ്രായേലിന്റെ ഈ ലൈഫിനെ സംബന്ധിച്ച് ഇപ്പോഴും വളരെ പ്രാധാന്യമായി തന്നെ ഇരിക്കുന്നു. Okay, the Old Testament people sang. പഴയ നിയമ ആളുകൾ അത് പാടി. Did Jesus Christ sing?
യേശുക്രിസ്തു ഗാനങ്ങൾ ആലപിച്ചു, ഗാനങ്ങൾ പാടിയോ? Let's read Matthew 26 and verse 30. മത്തായി സുവിശേഷം 26 അധ്യായം Verse 30. 30 വാക്യം. So Matthew 26 is a passage where we see about the Last Supper, the last time he's gathering his disciples and having food. മത്തായി സുവിശേഷം 26 അധ്യായം കർത്താവിന്റെ അന്ത്യ അത്താഴം, അന്ത്യ സമയങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമായിട്ട് കാണുവാൻ കഴിയും. We see as we come, we see the Last Supper, he's breaking the bread, he's taking the cup, and that all those is mentioned from verse 26 onwards. 26 വാക്യം മുതൽ കർത്താവ് കപ്പെടുക്കുന്നു, അത് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു, ബ്രെഡ് മുറിച്ച് അവർക്ക് കൊടുക്കുന്നു. അതേ കാര്യങ്ങൾ അവിടെ കാണുന്നു. Verse 31 onwards, he's going to be denied by Peter. 31 വാക്യം മുതൽ പത്രോസിനാൽ താൻ തള്ളപ്പെടും അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കപ്പെടും എന്ന് വായിക്കുന്നു. End of the chapter, he is going to be arrested. അവസാനത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് വായിക്കുന്നു. All of this was in front of him. All of these difficulties was in front of Lord Jesus Christ. ആ കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടോടുകൂടെ തന്നെ കടന്നു വരുന്നു. But in the midst of that, in verse 30, we read about something which he did there. 30 വാക്യത്തിൽ, അതിനിടയിൽ 30 വാക്യത്തിൽ മറ്റൊരു വസ്തുത നമ്മുടെ വായിക്കുന്നു. When Jesus and his disciples, when they had sung a hymn, they went out to the Mount of Olives. അവിടെ വായിക്കുന്നത്, പിന്നെ അവർ കർത്താവ് യേശുക്രിസ്തുവിനോട് ചേർന്ന് അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു The പോയി. same thing which was there in the foundation of the earth and which was there in the Old Testament was also followed by Jesus and his disciples. ലോകസ്ഥാപനത്തിന് മുമ്പേ, അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പേ ആരംഭിച്ച ഗാനം, ഇസ്രായേൽ പാടിയ ഗാനം, കർത്താവ് യേശുക്രിസ്തുവും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. We'll just take one more verse and I'm going to show you that there's going to be singing even in heaven. സ്വർഗ്ഗത്തിൽ ഗാനം ആലപിക്കുന്നതിനെ കുറിച്ചൊരു വാക്യം കൂടെ ഞാൻ ചേർന്ന് വായിക്കുകയാണ്. There is singing mentioned in Revelation chapter 5. വെളിപ്പാട് പുസ്തകം 5 അധ്യായം. It's there also in Revelation chapter 14. 14 അധ്യായത്തിൽ നാം അത് തന്നെ കാണുന്നുണ്ട്. But I will take your attention to chapter 15 and verse 3. 15 അധ്യായം അതിന്റെ 3 വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അവിടേക്ക് തിരിക്കുന്നു. This is the last and final passage where we find the word singing mentioned. ഇതാണ് 15 അധ്യായം 3 വാക്യമാണ് പാട്ട് പാടുന്നു എന്ന വിഷയത്തിൽ അവസാനമായിട്ട് നാം കാണുന്ന വേദഭാഗം. Revelation chapter 15 and verse 3. വെളിപ്പാട് പുസ്തകം 15 അധ്യായം 3 വാക്യം. അവിടെ വായിക്കുന്നവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ, സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. Yes, so there was singing before the foundation of the earth in eternity past. There is going to be singing in eternity future also. നമുക്കറിയാം, നിത്യതയുടെ പിന്നാമ്പുറങ്ങളിലുള്ള ഗാനം, ഈ അനുഭവങ്ങൾ ചരിത്രത്തിലൂടെ പാടി വന്നത് മുമ്പിലുള്ള നിത്യതയിലും ആ പാട്ട് ആവർത്തിക്കപ്പെടുകയാണ്. We sang 6 or 7 songs which were sung by nice professional and nice talented people. നമുക്കറിയാം 6-7 ഗാനങ്ങൾ ഇവിടെ വളരെ ദൈവകൃപയുള്ള കൃപാവരങ്ങളുള്ള പ്രിയ സൗകര്യങ്ങൾ പാടി കേൾക്കുവാനായിട്ട് നമുക്കിടയായി. But yes, singing is something which we all as Christians, though we have talent or not, it is something which has the power to build our unity, to build our emotions, to build our spiritual life for Jesus. കഴിവുള്ളവരും കൃപാവരം ഇല്ലാത്തവരുമാണെങ്കിലും പാട്ട് പാടുക എന്നുള്ളത് പാടി നമ്മുടെ ആത്മീയമായ ആരോഗ്യത്തിനും ബലത്തിനും ആത്മീയമായ സന്തോഷത്തിനും ദൈവകൃപയ്ക്കും മുഖാന്തരമായി തീരുകയാണ്. Singing falls in a part of God's design, God's purpose for mankind. മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഡിസൈനിൽപ്പെട്ട, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പാട്ട് എന്നുള്ളത്. This is a God-given practice which is having eternal significance. ഭാവിയുടെ അനുഗ്രഹത്തിന്റെ സാധ്യതകളിൽ ദൈവം നമുക്ക് തന്ന ഒരു കഴിവാണ്, ഒരു വലിയ കൃപാവരമാണ് ഗാനം. It is not going to stop here, but it has consequences even for eternity. നമുക്കൊരിക്കലും ആ പാട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ അത് അനുവാദമില്ല. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, എന്നാൽ അത് നിത്യതയിലും അത് ആവർത്തിക്കപ്പെടുകയാണ്. Okay, now we saw so many things about singing. പാടുന്നതിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് പറയാൻ സമയമില്ല. We already saw so many things about singing. നമ്മൾ പാടുന്നതിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നാം കണ്ടു. Now I'm going to tell few things about why we ought to sing. എന്നാൽ എന്തുകൊണ്ട് നാം പാടണം എന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Maybe I will just stick into the book of Psalm and cite few verses. We'll read few verses which talks about the purpose or the reason for us to sing. സങ്കീർത്തനത്തിൽ നിന്ന് നാം എന്തുകൊണ്ട് പാടണം, അതിന്റെ കാരണങ്ങൾ, ആവശ്യകതകൾ എന്നിത്യാദി കാര്യങ്ങളിൽ ചില വാക്യങ്ങൾ നമുക്ക് കാണാം. We'll read Psalm 100 verse 2. 100-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം.
അവൻ ഇങ്ങനെ വായിക്കുന്നു, സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. Okay, let us come before the Lord's presence with singing. Singing is something which will help us to exalt God. അവിടെ വായിക്കുന്ന ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ വരിക, അത് ദൈവസന്നിധിയിൽ ദൈവത്തെ ഉയർത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. To praise God, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ to ഇടയാകുന്നു, worship God. ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകുന്നു. And one very interesting verse we can read in Psalm 2 verse 11. 2-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ മറ്റൊരു ആശയം നാം കാണുന്നുണ്ട്. 2:11 ഭയത്തോടെ യഹോവയെ സേവിക്കുവിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവിൻ. Okay, there is a very wonderful statement, celebrate his rule with trembling. ഇവിടെ വായിക്കുകയാണ്, നിങ്ങൾ ഘോഷിച്ചുല്ലസിക്കണം, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കണം. Can we ever imagine some person being joyful and trembling and fearful at the same time? വളരെ സന്തോഷമുള്ള ഒരാൾ വിറച്ച് ഭയപ്പെടുന്ന നിങ്ങൾക്ക് ഒരേ സമയം ചിന്തിക്കാനായിട്ട് കഴിയുമോ? That is possible with singing. അത് പാട്ട് പാടുമ്പോൾ അത് As we സാധ്യതയുണ്ട്. come to the presence of the Lord, yes, we have fear, we have reverence, we have trembling. At the same time, we have joy, we have worship in our hearts. ദൈവസന്നിധിയിൽ നാം പാടുമ്പോൾ ഒരേ സമയം നമ്മുടെ ഹൃദയം ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യും, അതേസമയം ദൈവത്തെ പാടി സ്തുതിക്കുകയും ഘോഷിക്കുകയും ചെയ്യും. I'll take one more verse from Psalm 59 verse 16. സങ്കീർത്തനം 59-ന്റെ 16-ാം വാക്യത്തിൽ നിന്ന് മറ്റൊരാശയം കൂടെ ഞാൻ വായിക്കുന്നു. Really sorry for making you turn pages. ഇങ്ങനെ പേജ് മറിപ്പിക്കുന്നതിൽ നിങ്ങൾ ക്ഷമിക്കുക. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും. Yeah, here we see the focus, the attention of the Lord Jesus, of the psalmist is upon God. ദൈവത്തെ സംബന്ധിച്ച തന്റെ ഫോക്കസ്, ആ ദൃശ്യം, ആ ലക്ഷ്യം അത് നമ്മുടെ വായിക്കുന്നു. Okay, what I'm going to sing? What am I going to sing? എന്താണ് ഞാൻ പാടാൻ പോകുന്നത്? Your strength. Your strength, about God's strength. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. I'm going to sing about your love. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് I'm പാടുന്നത്. going to sing that you are my fortress, my refuge in times of trouble. എന്റെ പാദവും എന്റെ അടിസ്ഥാനവും എന്റെ കോട്ടയും ശരണവും എല്ലാം ദൈവമാണെന്നാണ് ഞാൻ പാടുന്നത്. Okay, when we sing, our focus should not be on the tune, it should not be on the singer, it should be on God, about his strength and his sovereign power which he has. നാം പാടുമ്പോൾ ട്യൂണോ മറ്റൊന്നുമല്ല അതിന്റെ പ്രാധാന്യം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി, അവന്റെ കൃപ, അതാണ് പ്രാധാന്യം. Wonderful songs we were hearing. We should not give praise to the singer, we should not give praise to the songwriter, we should not give praise to the musicians, but praise and worship should go, our attention should go, our focus should go to the one who deserves it. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ നാം കേട്ടു. ആ ഗാനത്തെയോ പാടിയ ആളുകളെയോ മറ്റൊന്നും നാം സ്തുതിക്കുന്നില്ല, പക്ഷേ നാം അത് കേട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. Worship should not please ourselves, but it should be pleasing God who is hearing our songs. ഒരു ആരാധന ഗാനം എന്ന് പറയുന്നത് നമ്മെ തന്നെ ആരാധിക്കുക, നമ്മെ തന്നെ ഉയർത്തുകയല്ല, മറിച്ച് ദൈവത്തെ ഉയർത്തുകയാണ്. Firstly, we saw that the purpose of singing is to worship him. ഒന്നാമത് നാം കണ്ടത് പാടുന്നതിന്റെ കാരണം, ആവശ്യകത എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. Secondly, singing is to express joy, to express happiness that we have in our hearts. രണ്ടാമത് പാടുന്നത് നമ്മുടെ സന്തോഷവും നമ്മുടെ മനസ്സിന്റെ ആ സമാധാനവും ഷെയർ ചെയ്യാനുള്ള ഒരു I'm ഘടകമായിട്ടാണ്. not going to go to verses. We know that there are so many verses from the book of Psalms and elsewhere that the people have sung because they had joy in their hearts, because they had comfort in their hearts. അനേക വാക്യങ്ങൾ ഞാൻ ഇത് വായിക്കുന്നില്ലെങ്കിലും ആളുകൾ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് പാടിയത് നമുക്കറിയാം. Why should we sing? Why should believers sing? Why should Christians sing? Because of the joy which you have in your heart. എന്തുകൊണ്ടാണ് നാം പാടുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? കാരണം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഒരു വലിയ സന്തോഷം നൽകിയിട്ടുണ്ട്. There is clapping, there is dancing, and there is musical instruments which are used as the people were singing songs. അവിടെ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ കൈയടിക്കാറുണ്ട്, ഒരുപക്ഷെ നൃത്തം ചെയ്യാറുണ്ട്, മറ്റ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമാകുന്നു. When I am happy, when my brother is sad, my joy, when I express my joy, we can see that the whole church can enjoy that joy, and in oneness they will be able to give glory to God. ഒരുപക്ഷെ ഞാൻ സന്തോഷമുള്ളവനായിരിക്കാം, മറ്റൊരു വ്യക്തി ദുഃഖമുള്ളവനായിരിക്കാം, എന്നാൽ ആ കോൺഗ്രിഗേഷൻ, ആ കൂട്ടം, ആ സഭ മുഴുവൻ ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദുഃഖം അത് പതിയെ മാഞ്ഞു പോവുകയാണ്. Psalms 95 will not read that. He says, come, let us sing for joy. If you are not joyful, if you are having full of sorrow, no problem, come, let us sing for joy. There's an invitation as we sing
for joy. 99-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് നിങ്ങൾ പോകുക എന്നല്ല, നിങ്ങളെല്ലാവരും കടന്നു വരണം, ഒരുമിച്ച് വരിക, നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം, ആ സന്തോഷം അവിടെ പൂർണ്ണമാകുവാൻ കഴിയും. Singing can give worship to God, number one. ഒന്ന്, ഗാനത്തിന് ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയും. Secondly, singing can express, display your joy, your comfort which you have in Christ. രണ്ടാമത്, പാട്ട് പാടുന്നതിലൂടെ നമ്മുടെ സന്തോഷവും ആശ്വാസവും സമാധാനവും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് കഴിയും. Thirdly, singing can teach, can admonish, can encourage and motivate others who are your fellow believers. മൂന്നാമത്, പാട്ട് പാടുന്നതിലൂടെ മറ്റുള്ളവരെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് കഴിയും. The best example we can see when Paul and Silas were in the prison, their singing and their praising led people to Christ. നമുക്കറിയാം, അപ്പോൾ അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നപ്പോൾ അവർ പാടി അവർ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. Gospel meetings, it is very important for us that we use singing during our gospel meetings, because singing can soothen the hearts of the unbelievers. സുവിശേഷ യോഗങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്, അതിൽ ഗാനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്, അത് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് അത് മുഖാന്തരമായി തീരും. As we were singing the last two songs, warnings which we as believers can take in as teachings in our lives, that the coming of our Lord is very near. അവസാനത്തെ 2 ഗാനങ്ങൾ നാം കേട്ടത് നമ്മോട് പഠിപ്പിക്കുകയായിരുന്നു, നമ്മെ ഉപദേശിക്കുകയായിരുന്നു, കർത്താവിന്റെ വരവ് വീണ്ടും ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന്. This music night which we had this evening time, let it be a blessing, let it be a lesson, let it be a something which we can take home this evening time. ഇന്ന് രാത്രിയിൽ ഈ ഗാനസന്ധ്യ നാം പങ്കെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ കേട്ട് നമ്മുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ആ തീരുമാനവുമായിട്ട് പോകാൻ നമുക്കിടയായി. Let our lives, let our spiritual living be filled with singing, filled with joy. നമ്മുടെ ആത്മീയ ജീവിതം ഗാനത്താൽ നിറഞ്ഞ് അതിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. It also gives us the hope and a blessed assurance that we are going to meet him one day. അതിലൂടെ വലിയൊരു പ്രത്യാശയും സന്തോഷവും സമാധാനവും നമുക്ക് വരുന്ന സന്ദർഭങ്ങളിൽ It ലഭിക്കും. lifts our heart to worship him. അത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് ആരാധിക്കുവാനായിട്ട് കൂടുതൽ പ്രേരിപ്പിക്കുന്ന It ഘടകമാണ്. comforts our hearts during trials. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നമ്മുടെ ഹൃദയത്തെ അത് ആശ്വസിപ്പിക്കുന്ന ഘടകമാണ്. It teaches truths to each and every one of us. ഓരോ വ്യക്തികളെയും സത്യം ശരിയായത് പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ്. It proclaims the greatness of the Lord to the unbelievers. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ അൺബിലീവേഴ്സ് അവിശ്വാസികളായ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുഖാന്തരമാണ്. Most importantly, it unites us, it makes us together. ഏറ്റവും പ്രാധാന്യമായി നമ്മെ ഒന്നാക്കി കൂട്ടിച്ചേർക്കുന്ന ഒരു ഘടകമാണ്. As we all sing together, our heartbeat is going to be one, and as our heartbeat is one, we can be in oneness in heartbeat of heaven. നാം എല്ലാവരും ഒരുമിച്ച് പാടുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പെല്ലാം ഒന്നായി ചേരുകയും അത് ദൈവസന്നിധിയിൽ ഒരു ഐക്യതയോടെ ഒരുമയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മുഖാന്തരമാകും. Not just the words or the melody, but let our singing be a living testimony to the world outside of us. ഒരു പാട്ടിന്റെ വരികളെക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യം തന്നെ ഗാനമായിട്ട് പാടി ദൈവത്തെ സ്തുതിക്കാൻ Let കഴിയും. our singing please the God who is the creator of the universe. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഗാനങ്ങൾ ദൈവത്തിന്റെ പ്രസാദകരമായി Let തീരുവാനിടയാകട്ടെ. our lives, Christian lives, continue to grow stronger in unity as we sing for the Lord. നമ്മുടെ ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം അങ്ങനെ ദൈവസന്നിധിയിൽ വളരെ ശക്തിപ്പെടുവാൻ മുഖാന്തരമായി May തീരും. these words enable us, encourage us, motivate us to have a joyful Christian living. ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തെ വളരെ ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും മുഖാന്തരമായി തീരട്ടെ. May the Lord's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ശബ്ദം നാം കേൾക്കുകയായിരുന്നു. വളരെ ചുരുക്കമായിട്ടാണെങ്കിലും നമ്മുടെ ഹൃദയങ്ങൾക്ക് വളരെ ആശ്വാസം തരുന്ന, പ്രത്യേകിച്ച് ആത്മീയ ഗാനങ്ങളോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ അത് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം പാടേണ്ടത്, ആ ഗാനങ്ങൾ നമുക്ക് എത്രമാത്രം ആശ്വാസം നൽകുന്നു എന്നിത്യാദി കാര്യങ്ങളെ ലളിതമായ നിലയിൽ കർത്താവിൻ്റെ ദാസൻ നമ്മെ കേൾപ്പിക്കാനിടയായി തീർന്നു. ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. മനോഹരമായിട്ടത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവരോട് നന്ദി അറിയിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹത്തെയും ഒരു വാക്കിൽ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇന്നിവിടെ പാടി കേട്ട പാട്ടും അതുപോലെ മറ്റ് കർത്തൃദാസന്മാരും ഒക്കെ രചിച്ച പുതിയ ഗാനങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകം പ്രിയ മാമൻ കുര്യൻ ചില മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പബ്ലിഷ് ചെയ്തതാണ്. അതിൻ്റെ ഹാർഡ് കോപ്പി ഇപ്പോൾ ലഭ്യമല്ല. എന്നാൽ താല്പര്യമുള്ളവർ, ആവശ്യമുള്ളവർ അത് അറിയിച്ചാൽ അതിൻ്റെ PDF നിങ്ങൾക്ക് മൊബൈലിൽ നൽകുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നന്ദിയുടെ ചില വാക്കുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിയ മാമൻ കുര്യൻ മുമ്പോട്ട് കടന്നു വരുന്നതായിരിക്കും. അതിനായിട്ട് അങ്കിളിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. TBFൻ്റെ
100ാമത്തെ മീറ്റിംഗാണ് ഇവിടെ വെച്ച് ഇന്ന് നടന്നത്. കൊറോണ സമയത്താണ് ഞങ്ങൾ ചില സഹോദരന്മാർ ചേർന്ന് ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ വചനം അറിയിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു മിനിസ്ട്രി ഇവിടെ തുടങ്ങുവാൻ ദൈവം സഹായിച്ചത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ മീറ്റിങ്ങുകളെല്ലാം നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ്. പ്രത്യേകിച്ച് ഒരു സഭയിൽപ്പെട്ടവർ മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നാം എല്ലാവരും പല സഭകളിലാണ് നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഈവനിങ് ഇവിടെ നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡിയിൽ അനേക സഭകളിൽ നിന്ന് പ്രിയപ്പെട്ടവർ കടന്നു വരുവാനും ദൈവവചനം നമ്മളോട് പറയുവാനും പുതിയ പാട്ടുകൾ പഠിക്കുവാനും എല്ലാമുള്ള ഒരവസരമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഈ മിനിസ്ട്രി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഈ മിനിസ്ട്രിയെ ഓർക്കണമേ എന്നും ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ഇന്നിങ്ങനെ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തതല്ല ഇങ്ങനെ ഒരു പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം നടത്തണം എന്നുള്ളത്. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ ഞാൻ പലരെയും ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് പറഞ്ഞു, എൻ്റെ പാട്ടല്ലാതെ ബാക്കിയുള്ളവരുടെയും പാട്ട് പാടണമെന്നുള്ള ആ പാഠപുസ്തകത്തിൽ ബുക്ക് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. പക്ഷെ എല്ലാവരും സെലക്ട് ചെയ്ത് എൻ്റെ പാട്ടായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ദൈവത്തിൻ്റെ ചില കാര്യപരിപാടിയിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് പാടിയ 2 പുതിയ പാട്ടുകൾ, എന്നേശ്വരാജൻ വന്നിടുമേ വേഗം, അത്യുന്നതനാം ദൈവം എന്നുള്ള ഈ 2 പാട്ടുകൾ എഴുതുവാനുള്ളൊരു കാരണം പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടാകുമല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ചില മാസങ്ങൾക്ക് മുൻപ് എൻ്റെ കൊച്ചുമകൾ ഇവിടെ പാട്ട് പാടിയായിരുന്നല്ലോ. അവൾ എൻ്റെ ഒരു മെമ്മോ എഴുതുന്ന ഒരു ചെറിയൊരു പാഡ് എൻ്റെ തന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പച്ചാ ഈ പാട്ട് എഴുതാൻ ഈ ബുക്ക് അപ്പച്ചന് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്നിട്ട് അങ്ങ് ദോഹയ്ക്ക് പോയി. അപ്പം ഞാൻ ഈ മെമ്മോയുടെ ആ പാഡ് എൻ്റെ ടേബിളിൽ കാണുമ്പോഴെല്ലാം ഓർക്കുമല്ലോ, ജാനിസ് തന്നാണല്ലോ, ഇതിലെന്തുവാണ് ഞാൻ എഴുതേണ്ടത്, ഒരു വാക്ക് പോലും എനിക്കറിയില്ല. അത് കാണുമ്പോൾ പിന്നെയും എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു പാട്ട് എഴുതണമല്ലോ. അങ്ങനെയാണ് 2 പുതിയ പാട്ടുകൾ എഴുതിയത്. അത് ഇതുവരെ നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് ഈ പാട്ട് ഇന്ന് ആദ്യമായിട്ട് പാടുന്നത്. പാട്ടുപുസ്തകത്തിനകത്ത് പാട്ടുകളുണ്ട്, അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ പാട്ടുകൾ നമ്മൾ എഴുതുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന വിശ്വാസികളായ നിങ്ങൾക്കും വേദപുസ്തകം വായിക്കുമ്പോൾ ചില ആലോചനകൾ ദൈവം തരുമ്പോൾ അത് കുറിച്ചിടുക. അങ്ങനെയാണ് പാട്ടുകൾ പുതിയതായിട്ട് പിറവിയെടുക്കുന്നത്. അത് ഞാൻ നിങ്ങളുടെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇത് ദൈവം എല്ലാവരെയും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു ദൈവം തരുന്ന ഒരു ഗിഫ്റ്റാണ്. അത് നശിപ്പിച്ച് കളയാൻ പാടില്ല. വേദപുസ്തകം വായിക്കുമ്പോൾ നാം വായിച്ച ഭാഗങ്ങളിൽ നിന്ന് അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ ഓരോ ലൈനായിട്ട് എഴുതിയെന്ന് പറഞ്ഞാലും ഫ്യൂച്ചറിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് എഴുതുവാൻ, അത് മാത്രമല്ല നമുക്ക് വേണ്ടി മാത്രമല്ല അനേകർക്കത് പ്രയോജനപ്പെടുവാൻ ഇടയാകും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. വന്ന് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിച്ച ഇവാഞ്ചലിസ്റ്റ് ജോൺ സിദാസ്, അതുപോലെ പ്രിയ സഹോദരൻ നവീൻ, അതുപോലെ പ്രിയ സഹോദരി സോണ, അതുപോലെ പ്രിയ മകൾ അക്സ, അതുപോലെ പ്രിയ മകൾ ജാനിസ്, പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. പാട്ടുകളുടെ നറേഷൻ ചെയ്ത് നമ്മളെ സഹായിച്ച ഇവാഞ്ചലിസ്റ്റ് ഷിജിയോടുള്ള നന്ദിയും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെക്കുറിച്ച് ഒരു മെസ്സേജ് തരുവാൻ തക്കോണം പ്രിയ മകൻ റിജോയും ദൈവം എടുത്ത് ഉപയോഗിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കോണം പ്രിയ സഹോദരൻ സന്തോഷിനെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു എന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. തുടർന്ന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഈ TBF മിനിസ്ട്രിയെ ഓർക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട്
പെരൂർക്കടയിലുള്ള പ്രിയ കർത്തൃദാസൻ ജേക്കബ് അങ്കിളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ നല്ലൊരു സന്ധ്യാസനം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് അനേക പാട്ടുകൾ കേൾപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും തക്കണം തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, പാട്ട് പാടിയതായ എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന ആ കൃപ അധികമായിട്ട് അവർക്ക് പ്രയോജനപ്പെടുത്തുവാൻ തക്കണം കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദി, സ്തുതി, സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവായുള്ള ബന്ധത്തിൽ കർത്താവെ ആ സംഗീതത്തിനുള്ള ആ പ്രാധാന്യത്തെപ്പറ്റി ഞങ്ങൾക്ക് കേൾക്കുവാനിടയാനായിട്ട് സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ ആത്മാവിൽ കർത്താവിനെ പാട്ടുപാടി സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ പാട്ടുകൾ എപ്പോഴും സ്വർഗം സന്തോഷിക്കുന്നതായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് കർത്താവെ ആ വചനത്തിലൂടെ കർത്താവിന് ഇമ്പകരമായ പാട്ടുകൾ എഴുതുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ പാട്ടുകൾ എഴുതിയായ നിൻ്റെ ദാസന്മാർക്ക് കർത്താവ് കൊടുത്തായ പ്രചോദനത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി അനേക പാട്ടുകൾ എഴുതി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകണമേ. TBFിൻ്റെ ഈ മീറ്റിംഗ് വളരെ നാളുകളായിട്ട് ഇവിടെ നടക്കുന്നു. എന്നോട് അനുബന്ധിച്ച് ഞായറാഴ്ച ദിവസങ്ങളിലൂടെ നടക്കുന്ന വചന ശുശ്രൂഷയെല്ലാം ഇത്ര കേമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതിനായി സ്തോത്രം. അനേകർക്ക് ഇവിടെ വന്ന് വചനം കേൾപ്പാനും ഈ ദേശത്തുള്ളവർക്ക് കർത്താവിനെ അറിയുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം തരുന്ന ഈ നല്ല സാഹചര്യങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരെയും കാര്യങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇവിടെ വരുവാനും പാട്ടുകൾ കേൾപ്പാനും വചനത്തിൽ നിന്ന് ശ്രവിപ്പാനും എല്ലാം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകുന്ന ഓരോ നല്ല ദിവസങ്ങളും നല്ല സമയങ്ങളും ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതിയാകയില്ല. ഈ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം അതിനെല്ലാം മധ്യത്തിൽ ഞങ്ങൾക്ക് തരുന്ന ഈ ചെറിയ സന്തോഷം, ഈ ചെറിയ സമാധാനം, ആശ്വാസം എത്ര മഹത്വമേറിയെന്ന് ഞങ്ങൾ അറിയുന്നു. അധികമായിട്ട് ഞങ്ങൾ സ്നേഹിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈ നല്ല സമയത്തിനായി സ്തോത്രം. തന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദി, സ്തുതി, സ്തോത്രം കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.